നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് കിളിരൂർ കുന്നിന്മേൽ ഭഗവതി. തിരുവിതാംകൂർ സംസ്ഥാനത്ത് കോട്ടയം താലൂക്കിൽ കിളിരൂർ ദേശം പണ്ട് തെക്കങ്കൂർ രാജ്യത്ത് ഉൾപ്പെട്ടതായിരുന്നു. അതിനാൽ ഈ ഭഗവതി ക്ഷേത്രം കിളിരൂർ ദേശക്കാർ തെക്കങ്കൂർ രാജാവിൻ്റെ അനുവാദത്തോടും സഹായത്തോടും കൂടിയാണ് പണി കഴിപ്പിച്ചത്. എന്നാൽ അവരുടെ വിചാരം ഇവിടെ ഭഗവതിയെ പ്രതിഷ്ഠിക്കണമെന്നല്ലായിരുന്നു. ശാസ്താവിനെ പ്രതിഷ്ഠിക്കണമെന്ന് വിചാരിച്ചാണ് ആ ദേശക്കാര് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അങ്ങനെ അമ്പലത്തിൻ്റെ പണിയെല്ലാം കുറേ തീർപ്പിക്കുകയും ശാസ്താവിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കിക്കുകയും പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം നോക്കിച്ച് നിശ്ചയിക്കുകയും അടുത്തുള്ള തിരുവാർപ്പു ക്ഷേത്രത്തിലെ തന്ത്രിയായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട്ടിലെ അടുക്കൽ നിന്ന് പ്രതിഷ്ഠയ്ക്കും കലശം മുതലായതിനും വേണ്ടുന്ന ഉപകരണങ്ങൾക്കും മറ്റും പടിത്തര ചാർത്ത് വാങ്ങുകയും സാമാനങ്ങൾ ശേഖരിച്ച് തുടങ്ങുകയും പ്രതിഷ്ഠാദികൾ മുറയ്ക്ക് നടത്തുന്നതിനായി കരയിൽ പ്രധാനന്മാരായ പള്ളിയിൽ മേനോൻ, വെട്ടിക്കുളങ്ങര കൈമൾ മുതലായവരുടെ അപേക്ഷാപ്രകാരം തെക്കുംകൂർ രാജാവ് മുൻകൂട്ടി സ്ഥലത്തെത്തി വേണ്ടുന്ന ചട്ടം കെട്ടുകളെല്ലാം ചെയ്തുകൊണ്ട് താമസം തുടങ്ങുകയും ചെയ്തു. ഈ സംഗതികൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത് കിളിരൂർ ദേശത്ത് കണ്ണാട്ട് എന്ന വീട്ടിൽ കോത എന്ന പേരായി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വയോവൃദ്ധയും ഈശ്വരഭക്തയും സദ്ഗുണവതിയുമായിരുന്ന അവരെ എല്ലാവരും കോതയമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അവർക്ക് 7.5 നാഴിക വെളുപ്പിന് കുളിയും ചില ജപങ്ങളും മറ്റും പതിവായിട്ടുണ്ടായിരുന്നു. ഒരു യോഗീശ്വരൻ അവർക്ക് ദിവ്യമന്ത്രം ഉപദേശിച്ചു കൊടുത്തതുകൊണ്ട് ആ മന്ത്രം ജപിച്ച് അവര് ഒരു ദിവ്യയായി തീർന്നുവത്രേ. പതിവായി അവര് വെളുപ്പാങ്കാലത്ത് കുളിക്കാൻ പോകുന്ന സമയത്ത് കാർത്യായനി എന്നു പേരായി അവർക്കുണ്ടായിരുന്ന മകളെ കൂടി കൊണ്ടുപോകുക ഒരു പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് കുളിക്കാൻ പോവാറായപ്പോ കോതയമ്മ പതിവ് പോലെ മകളെ വിളിച്ചു. അപ്പോ മകള് പറഞ്ഞു, "അമ്മ മുൻപേ പൊയ്ക്കോളൂ, ഞാൻ പിന്നാലെ വന്നോളാം" എന്ന് മകള് പറയുകയും ചെയ്തു. അത് കേട്ടപാടെ വൃദ്ധ പോയി പുഴയിലിറങ്ങി കുളി അങ്ങട് ആരംഭിച്ചു. അപ്പോ മറുകരയിൽ നിന്ന് ആരോ വെള്ളത്തിലിറങ്ങി നടന്ന് തൻ്റെ നേരെ വരുന്നതായി ആ വൃദ്ധയ്ക്ക് തോന്നി. അത് കണ്ടപ്പോ വൃദ്ധ സ്വൽപ്പം ഭയത്തോടുകൂടി കാർത്യായനി എന്ന് ഉറക്കെ അങ്ങട് വിളിച്ചു. അപ്പോ വെള്ളത്തിൽ കൂടി നടന്നു വന്ന ആ ആള് ഉച്ചത്തിൽ വിളി കേട്ടുകൊണ്ട് കോതയമ്മയുടെ അടുക്കലേക്ക് ചെന്നു. അത് തൻ്റെ മകളായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് കോതയമ്മ പറഞ്ഞു, "അല്ലേ, നീയിപ്പോ അക്കരയ്ക്ക് പോയത് എന്തിനാ?" എന്ന് ചോദിച്ചു. അപ്പോ ആ വന്നയാള് പറഞ്ഞു, "അമ്മേ, ഞാൻ ഒരു കാർത്യായനി തന്നെയാണ്, എങ്കിലും നിങ്ങളുടെ മകളല്ല" എന്ന് പറഞ്ഞു. അതു കേട്ട് വൃദ്ധ അവരെ സൂക്ഷിച്ചൊന്നു നോക്കി. വൃദ്ധയ്ക്ക് നയനേന്ദ്ര ശക്തി കുറഞ്ഞു പോയിരുന്നുവെങ്കിലും അപ്പോ കുറേശ്ശെ നിലാവുണ്ടായിരുന്നതുകൊണ്ട് ആ വന്നയാള് സർവാംഗസുന്ദരിയും നവയൗവനയുക്തയുമായ ഒരു കന്യകയാണെന്നും ആ ബാലിക തലമുടി ഭംഗിയായി ചീകിക്കെട്ടി സുരഭില കുസുമങ്ങൾ ചൂടുകയും കാതിൽ ഓലയും കഴുത്തിൽ പാലക്കാമോതിരവും അരയിൽ പട്ടുവസ്ത്രവും ധരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വൃദ്ധ മനസ്സിലാക്കുകയും അവർ തമ്മിൽ സ്വൽപ്പനേരം സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തു. വൃദ്ധ ആ വന്ന ബാലികയോട് ചോദിച്ചു, "ഹേയ്, നീ എവിടെ നിന്നാ വരണേ? എങ്ങോട്ടാ നീ പോണത്?" എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആ കന്യക പറഞ്ഞു, "ഞാൻ സ്വൽപ്പം കിഴക്ക് നിന്നാണ് വരുന്നത്. ഇവിടെ കുന്നിന്മേൽ പുത്തനായി ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ കയറി പാർക്കാനായിട്ടാണ് പോകുന്നത്" എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആ വൃദ്ധ പറഞ്ഞു, "അല്ല, ആ അമ്പലം
ശാസ്താവിനെ പ്രതിഷ്ഠിപ്പിക്കാനായിട്ട് പണിയിച്ചിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കന്യക പറഞ്ഞു, അത് ശരി തന്നെ, എങ്കിലും ഞാൻ തന്നെ അവിടെ പാർക്കും. ഞങ്ങൾ 7 പേരാണ് കിഴക്ക് നിന്ന് പോന്നത്. ഞാൻ ഒഴികെ ശേഷമെല്ലാവരും ഇടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ കയറി താമസായി. എനിക്ക് മാത്രം എങ്ങും സ്ഥലം കിട്ടിയില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം തയ്യാറാക്കിയിട്ടിട്ടുണ്ട് എന്നറിഞ്ഞത്. ഉടനെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ശാസ്താവിനെ പ്രതിഷ്ഠിക്കാൻ വേണമെങ്കിൽ വേറെ അമ്പലം പണിയിച്ചു കൊള്ളാൻ നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മുഖാന്തരം പള്ളിയിൽ മേനോൻ മുതലായവരെ അറിയിച്ചേക്കണം. അവര് രാജാവിൻ്റെ അടുക്കൽ അറിയിച്ചുകൊള്ളൂലോ. ഇനി മേലാൽ ഈ കരയിൽ കുട്ടികൾക്ക് കാർത്യായിനി എന്ന് പേരിടുകയും പാലക്കാമോതിരം കെട്ടിക്കുകയും ചെയ്യരുതെന്ന് നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മുഖാന്തരം ജനങ്ങളെ അറിയിച്ചേക്കണം. പക്ഷേ ഇതൊന്നും പറഞ്ഞതായിട്ടും നമ്മൾ തമ്മിൽ കണ്ടതായിട്ടും ആരോടും നിങ്ങൾ പറയുകയുമരുത്. പക്ഷേ ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് ആ ദേശക്കാരനും നല്ല ജ്യോത്സ്യനും പ്രശ്നമാർഗ നിപുണനും ഒരു ദിവ്യനുമായ കണിയാമ്പറമ്പിൽ കണിയാൻ ഒരു മരത്തിന് പുറകിൽ മറഞ്ഞു നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ കന്യകയുടെ സംഭാഷണം അവസാനിപ്പിച്ച ഉടനെ ആ കണിയാൻ പുറത്തേക്ക് ചാടി വന്ന് പറഞ്ഞു, അല്ല, അടിയൻ ഇതെല്ലാം കേട്ടൂലോ എന്നു പറഞ്ഞു. അത് കേട്ട ഉടനെ ആ കന്യക പറഞ്ഞു, ആ, എന്നാ നീയും ഇതൊന്നും ആരോടും മിണ്ടിപ്പോകരുത്. നീ ആരോടെങ്കിലും ഇക്കാര്യം വല്ലതും പറഞ്ഞാൽ നിന്റെ സന്താനങ്ങളെല്ലാം എന്നും ചട്ടനും പൊട്ടനും എന്നുവച്ചാൽ മുടന്തനും ബധിരനും ആയിത്തീരും എന്ന് ആ ജ്യോത്സ്യനോട് പറഞ്ഞു. ഉടനെ വൃദ്ധയോട് വീണ്ടും പറഞ്ഞു, കുന്നിന്മേൽ വന്നാൽ ഇനിയും നിങ്ങൾക്ക് എന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഉടനെ ആ കന്യക അദൃശ്യയായി ഭവിക്കുകയും ചെയ്തു. ആ കന്യകയുടെ സ്വരൂപം കാണുകയും സംഭാഷണം കേൾക്കുകയും ചെയ്തിട്ട് ഭയവിസ്മയ വിഹ്വലയായി തീർന്ന കോതയമ്മ ക്ഷണത്തിൽ കുളി കഴിച്ച് വീട്ടിലെത്തി പതിവുള്ള ജപവും മറ്റും കഴിച്ചുകൂട്ടി. അപ്പോഴേക്കും കോതയമ്മയുടെ സഹോദരനായ കൊച്ചയ്യപ്പനും അവിടെ എത്തി. ഉടനെ കോതയമ്മ കൊച്ചയ്യപ്പനോട് പറഞ്ഞു, എടാ കൊച്ചയ്യപ്പ, കുന്നിന്മേൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ആ അമ്പലത്തിൽ ഒരു ഭഗവതി ഇള കൊണ്ടിരിക്കുന്നു. അതിനാൽ ഇനി ശാസ്താവിനെ പ്രതിഷ്ഠിപ്പിക്കണമെങ്കിൽ അമ്പലം വേറെ ഉണ്ടാക്കിക്കണം. അവിടെ ഇള കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ കാർത്യായനിയാണ്. അതിനാൽ ഇനി മേലാൽ ഈ കരയിൽ ആർക്കും കാർത്യായനി എന്ന് പേരിട്ടുകൂടാ. ആരെയും പാലക്കാമോതിരം കെട്ടിക്കുകയുമരുത്. നീ ഈ വിവരം കരയിൽ പ്രധാനന്മാരായ പള്ളിയിൽ മേനോൻ, വെട്ടിക്കുളങ്ങര കൈമൾ മുതലായവരെ ഇപ്പോൾ തന്നെ ചെന്ന് ധരിപ്പിക്കണം. രാജാവിൻ്റെ അടുക്കൽ അവരറിയിച്ചോളൂലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ടപ്പോൾ കോതയമ്മ എന്തോ പിച്ചു പറയുന്നു എന്നാണ് കൊച്ചയ്യപ്പന് തോന്നിയത്. എങ്കിലും അയാൾ ഉടനെ ഈ വിവരം പള്ളിയിൽ മേനോൻ മുതലായവരെ ഗ്രഹിപ്പിക്കുകയും മേനോൻ തെക്കുംകൂർ രാജാവിൻ്റെ അടുക്കൽ അറിയിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കോതയമ്മ പറഞ്ഞതായതുകൊണ്ട് ഇത് കേവലം അബദ്ധമായിരിക്കുകയില്ലെന്ന് വിചാരിച്ച് രാജാവും പള്ളിയിൽ മേനോൻ മുതലായവരും കുന്നിന്മേൽ കൂടുകയും കണിയാൻ പറമ്പിൽ കണിയാനെ വരുത്തി പ്രശ്നം വയ്പ്പിച്ച് നോക്കിക്കുകയും ചെയ്തു. ഈ പണിക്കുറ തീർത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ ദേവീ സാന്നിധ്യമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണെന്നും സാക്ഷാൽ മഹാമായയാകുന്ന കാർത്യായനി ദേവി ലോകരക്ഷാർത്ഥം പല മൂർത്തികളായി പിരിഞ്ഞ് ഇപ്പോൾ കേരളത്തിൽ സഞ്ചരിച്ച് ഓരോ സ്ഥലങ്ങളിൽ കയറി ഇള കൊണ്ടു തുടങ്ങിയിരിക്കുകയാണെന്നും അക്കൂട്ടത്തിൽ ഒരു മൂർത്തിയാണ് ഇവിടെയും ഇള കൊണ്ടിരിക്കുന്നതെന്നും പല മൂർത്തികളായി പിരിഞ്ഞിരിക്കുന്നുവെങ്കിലും എല്ലാം ആ മഹാമായ ഒരാൾ തന്നെയാണെന്നും ഏകൈവാഹം ജഗത്യത്ര ദ്വിതീയാ കാമമാപര എന്നാണല്ലോ ദേവി അരുളി ചെയ്തിരിക്കുന്നത് എന്നും കണിയാൻ പറഞ്ഞു. അപ്പോ എല്ലാവരും ഇതെല്ലാം അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്തു. ആ സമയത്ത്
കോതയമ്മയും കുന്നിന്മേലെത്തി. കുന്നിന്മേൽ വന്നാൽ ഇനിയും നിങ്ങൾക്ക് എന്നെ കാണാം എന്ന ദേവി അരുളി ചെയ്തതിനെ ഓർത്ത് അവർ അമ്പലത്തിൽ കയറി ശ്രീകോവിലിനകത്തേക്ക് നോക്കി. അപ്പോ അവർ അവിടെ 4 തൃക്കൈകളിൽ ജ്വലിക്കും ശൂലാദി നാനായുധ ഭാസമാനയായും മൂർത്തിയാമനോജ്ഞയുമായിരിക്കുന്ന കാർത്യായനിയെ പ്രത്യക്ഷമായി കണ്ടിട്ട് ഭയവിസ്മയാകുലയായി തീരുകയും ചില സ്തോത്രങ്ങൾ ചൊല്ലി ദേവിയെ സ്തുതിക്കുകയൊക്കെ ചെയ്തു. ആ സമയം ആ ഭക്തയെ തൊട്ടുകൊണ്ട് നോക്കിയവരെല്ലാം ദേവിയുടെ രൂപം മേൽപ്പറഞ്ഞ പ്രകാരം കണ്ട് ഏറ്റവും ഭയാത്ഭുത പരവശന്മാരായി തീർന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ദുർനിരീക്ഷ്യമായ ഒരു തേജസ്സു മാത്രം ശേഷിക്കുകയും ക്രമേണ അതും അദൃശ്യമായി തീരുകയും ചെയ്തു. അതിനുശേഷം അവിടെ കൂടിയിരുന്ന മഹാന്മാരുടെ ആലോചന അടുത്ത മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിപ്പാനായി പണിയിച്ചു വെച്ചിരിക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു. എന്തായാലും പുത്തനായി പണിയിപ്പിച്ചിട്ടുള്ള ആ അമ്പലത്തിൻ്റെ അടുക്കൽ തന്നെ തൽക്കാലം ഒരു ശ്രീകോവിൽ മാത്രം പണിയിച്ച് ശാസ്താവിനെ അങ്ങോട്ടേക്ക് പ്രതിഷ്ഠ നടത്തിക്കാമെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തുകയും അപ്രകാരം 5-8 ദിവസം കൊണ്ട് ഒരു ശ്രീകോവിൽ പണിയിച്ച് കുറെ തീർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പ്രതിഷ്ഠയ്ക്കുള്ള ക്രിയകൾ തുടങ്ങുന്നതിന് തലേ ദിവസം തന്നെ തന്ത്രി, പരികർമ്മികൾ മുതലായവർ സ്ഥലത്തെത്തി. അപ്പോ അവിടെ ഉണ്ടായ വിശേഷങ്ങളെല്ലാം പള്ളിയിൽ മേനോൻ തന്ത്രി നമ്പൂരിപ്പാട്ടിലെ അടുക്കൽ അറിയിച്ചു. അത് കേട്ട ഉടനെ നമ്പൂരിപ്പാട്ടി എന്ന് പറഞ്ഞു, ആ അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ടായോ? എന്നാ ദേവീപ്രതിഷ്ഠ കൂടി ഇപ്പൊ തന്നെ നടത്തുകയല്ലേ വേണ്ടത്? ദേവി ഇവിടെ ഇള കൊണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും വിശ്വാസം വന്നിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും കാണത്തക്ക വിധം ഒരു അർച്ചനാബിംബ പ്രതിഷ്ഠ കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ തീർച്ചപ്പെടുത്തുന്ന പക്ഷം അതിലേക്കും വേണ്ടുന്ന ഉപകരണങ്ങളും ഒരു ബിംബവും വേണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മേനോൻ മുതലായവർ പറഞ്ഞു, ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാം, അതിന് പ്രയാസമില്ല. പക്ഷേ ഈ മുഹൂർത്തത്തിന് പ്രതിഷ്ഠയ്ക്ക് തക്കവണ്ണം ബിംബം ഉണ്ടാക്കുന്ന കാര്യം അസാധ്യമാണ്. അതുകൊണ്ട് ദേവീ പ്രതിഷ്ഠ ഇനി ആദ്യമുണ്ടാകുന്ന മുഹൂർത്തത്തിലാകാമെന്ന് വയ്ക്കാനേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു. ആ എന്നാ അങ്ങനെ മതി എന്ന് നമ്പൂരിപ്പാട്ടിന്നും സമ്മതിച്ചു. പക്ഷേ അന്നു രാത്രിയിൽ കോതയമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ടായി. കുറച്ചു ദിവസം മുമ്പ് അവർ ആറ്റുകടവിൽ വച്ച് കണ്ടതായ ആ കന്യക അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ പതിവായി കുളിക്കുന്ന കടവിൽ നിന്ന് സ്വൽപ്പം പടിഞ്ഞാട്ടു മാറി ഒരു കയമുണ്ടല്ലോ, ആ കയത്തിൽ എൻ്റെ ഒരു ശിലാവിഗ്രഹം കിടക്കുന്നുണ്ട്. അതെടുപ്പിച്ച് ഈ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ എൻ്റെ പ്രതിഷ്ഠ നടത്തിക്കണം. തോണിയിൽ കയറി ആ കയത്തിൻ്റെ സമീപത്ത് ചെന്നാൽ അവിടെ വെള്ളത്തിനടിയിൽ നിന്ന് ധാരാളമായിട്ട് പാലക്കായ് പൊങ്ങി വരുന്നത് കാണാം. ആ സ്ഥലത്ത് മുങ്ങിത്തപ്പിയാൽ വിഗ്രഹം കണ്ടുകിട്ടും എന്ന് പറഞ്ഞു. ആ സ്വപ്നം കണ്ട ഉടനെ ആ വൃദ്ധ ഉണർന്ന് കണ്ണു തുറന്നു നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കണ്ടില്ല. എങ്കിലും ഇത് ദേവി എഴുന്നള്ളി അരുളി ചെയ്തത് തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കോതയമ്മ ഈ വിവരം കൊച്ചയ്യപ്പൻ മുഖാന്തരം അതിരാവിലെ പള്ളിയിൽ മേനോൻ മുതലായവരെ അറിയിച്ചു. കോതയമ്മയുടെ വാക്ക് ഒരിക്കലും മിഥ്യയായി പോവുകയില്ല എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നതുകൊണ്ട് പള്ളിയിൽ മേനോൻ മുതലായ ചില പ്രധാനന്മാർ വെള്ളത്തിൽ മുങ്ങിത്തപ്പാൻ പരിചയവും സാമർഥ്യവുമുള്ള ചിലരോടുകൂടി ഉടനെ വള്ളത്തിൽ കയറി ആ കയത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ ഒരു സ്ഥലത്ത് സംഖ്യയില്ലാതെ പാലക്കായി വെള്ളത്തിനടിയിൽ നിന്നും പൊങ്ങി വരുന്നതായി കാണീൻ. അവിടെ ചിലർ മുങ്ങിത്തപ്പിയപ്പോ ബിംബം കണ്ടു കിട്ടുകയും അതെടുത്ത് കുന്നിന്മേൽ കൊണ്ടുവരികയും പിന്നെ ബിംബപരിഗ്രഹം മുതലായ സകല ക്രിയകളും ചെയ്ത് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ ദേവിയുടെയും ശാസ്താവിൻ്റെയും പ്രതിഷ്ഠയും കലശവും നടത്തുകയും ചെയ്തു. അതോടുകൂടി അതികേമമായി ഉത്സവവും നടത്തി. അക്കാലത്തു തന്നെ തെക്കുംകൂർ രാജാവും
തന്ത്രിയും പള്ളിയിൽ മേനോൻ മുതലായവരും കൂടി ക്ഷേത്രത്തിൽ ഉത്സവം മുതലായ ആട്ടവിശേഷങ്ങൾ, മാസവിശേഷങ്ങൾ, നിത്യനിദാനം മുതലായവയ്ക്ക് പടിത്തരം നിശ്ചയിക്കുകയും അവയ്ക്കെല്ലാം വകവച്ച് ധാരാളം വസ്തുക്കൾ ദേവസ്വം പേരിൽ പതിക്കുകയും ചെയ്തു. അതിനാൽ ആ ഭഗവതീ ദേവസ്വം ഏറ്റവും ധനപുഷ്ടിയുള്ളതായി തീർന്നു. അവിടെ പ്രാധാന്യവും ദേവിക്ക് തന്നെ സിദ്ധിച്ചു. ശാസ്താവിന് അവിടെ ഒരു ഉപദേവന്റെ സ്ഥാനം മാത്രമേ സിദ്ധിച്ചുള്ളൂ. എങ്കിലും ദേവിക്ക് ഇതൊന്നും കൊണ്ടും നല്ല തൃപ്തിയായില്ല. അങ്ങനെ പടിത്തരം നിശ്ചയിച്ച ദിവസം രാത്രിയിൽ തെക്കുംകൂർ രാജാവിന് ഒരു സ്വപ്നമുണ്ടായി. സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇതൊന്നുകൊണ്ടും എനിക്ക് തൃപ്തിയായിട്ടില്ല. എനിക്ക് തൃപ്തിയാകണമെങ്കിൽ എൻ്റെ കോതയമ്മയ്ക്കു കൂടി എന്തെങ്കിലും കൊടുക്കണം. കോതയമ്മ സന്തോഷിച്ചാൽ ഞാനും സന്തോഷിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു സ്വപ്നം. ആ സമയത്തു തന്നെ ഇപ്രകാരമൊരു സ്വപ്നം പള്ളിയിൽ മേനോനുമുണ്ടായി. അങ്ങനെ നേരം വെളുത്തയുടനെ പള്ളിയിൽ മേനോൻ രാജസന്നിധിയിലെത്തി തനിക്കുണ്ടായ ആ സ്വപ്നത്തിൻ്റെ വിവരം രാജാവിനെ അറിയിച്ചു. അപ്പോ തനിക്കും ഇപ്രകാരമൊരു സ്വപ്നമുണ്ടായി എന്ന് രാജാവ് പറഞ്ഞു. ഉടനെ രണ്ടുപേരും കൂടി ആളയച്ച് കണിയാൻ പറമ്പിൽ കണിയാനെ വരുത്തി പ്രശ്നം വയ്പ്പിച്ചു നോക്കിച്ചു. അപ്പോ ഈ ഉണ്ടായിട്ടുള്ളത് ദേവിയുടെ ദർശനം തന്നെയാണെന്നും കോതയമ്മയ്ക്കു കൂടി എന്തെങ്കിലും ശരിയായിട്ട് കൊടുത്തില്ലെങ്കിൽ ദേവിയുടെ കോപവും തന്നിമിത്തം അനേകം അനർത്ഥങ്ങളുമുണ്ടായി തീരുമെന്നും കണിയാൻ വിധിച്ചു. അതുകൊണ്ട് കോതയമ്മയുടെ പേരിൽ ഏതാനും പുഞ്ചനിലം ഇനമായി പതിച്ചു കൊടുത്തതു കൂടാതെ അവരുടെ സഹോദരനായ കൊച്ചയ്യപ്പനെ ദേവസ്വത്തിൽ മാറാച്ചന്ദിരമായി നിയമിക്കുകയും ചെയ്തു. കോതയമ്മയുടെ പേരിൽ പതിച്ചു കൊടുത്ത നിലത്തിന് കോത നേടിയ നിലം എന്നാണ് പേര് പറഞ്ഞു വന്നിരുന്നത്. അത് കാലക്രമേണ ലോപിച്ച് കോതാടി നിലമെന്ന് ആയിത്തീർന്നു. ആ നിലം ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് 1070 വരെ കണ്ണാട്ടു വീട്ടുകാരുടെ കൈവശ അനുഭവത്തിൽ തന്നെ ഇരുന്നിരുന്നു. പിന്നീട് അവർ എഴുതി വിറ്റുകളഞ്ഞതിനാൽ അന്യാധീനപ്പെട്ടു പോയി. എങ്കിലും ഇപ്പോഴും ആ നിലത്തിന് കോതാടി നിലം എന്ന് തന്നെയാണ് പേരു പറഞ്ഞു വരുന്നത്. ആ വീട്ടുകാർക്ക് ദേവസ്വത്തിൽ 1030 വരെ മാറാചന്ദിരം എന്ന നിയമനം ഉണ്ടായിരുന്നു. പിന്നീട് ചില കാരണങ്ങളാൽ അതും മാറിപ്പോയി. എങ്കിലും ആ വീട്ടുകാർക്ക് പ്രതിവർഷം 72 പറ നെല്ല് വീതം ഗവൺമെന്റിൽ നിന്ന് ഇനാമായി ഇപ്പോഴും കൊടുത്തു വരുന്നുണ്ട്. കോതയമ്മയ്ക്ക് ഇനാമായി നിലം പതിച്ചു കൊടുത്ത കാലത്ത് കണിയാൻ പറമ്പിൽ കണിയാനും ചില വസ്തുക്കൾ പതിച്ചു കൊടുത്തിരുന്നു. വിശേഷിച്ച് അവരുടെ തറവാട്ടിലേക്ക് മെച്ചര് എന്നൊരു സ്ഥാനപ്പേരുകൂടി തെക്കുംകൂർ രാജാവ് കൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ആ വസ്തുവകകളെല്ലാം അവര് ഓരോരോ കാലത്തായി എഴുതി വിറ്റുകളഞ്ഞതിനാൽ ഇപ്പോ അവർക്ക് കുടി പാർക്കുന്ന ആ പുരയിടവും മെച്ചരെന്നുള്ള സ്ഥാനപ്പേരും മാത്രമേ ഉള്ളൂ. എങ്കിലും ദേവിയുടെ ശാപം അവർ ഇന്നും അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കോതയമ്മയും ദേവിയും തമ്മിൽ ആറ്റുകടവിൽ വച്ചുണ്ടായ സംഭാഷണം മറഞ്ഞു നിന്ന് കേട്ട കണിയാൻ ആ വർത്തമാനം അപ്പോ തന്നെ സ്വകാര്യമായി അവൻ്റെ ഭാര്യയോട് പറഞ്ഞു. അതിനാൽ അവൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പുരുഷന്മാർ പൊട്ടനോ ചട്ടനോ ആയിരിക്കുമെന്നുള്ള ആ ദേവിയുടെ ശാപത്തിന് ഇപ്പോഴും വ്യത്യാസം വന്നിട്ടില്ല. ഈ കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യകാലം മുതൽക്കു തന്നെ തെക്കുംകൂർ രാജാവിന് നാമമാത്രമായി ഒരു മേലാഴ്മ സ്ഥാനമുണ്ടായിരുന്നുവെങ്കിലും അവിടെ സകല കൈകാര്യ കർത്തൃത്വവും കരക്കാർക്കു തന്നെയായിരുന്നു. തെക്കുംകൂർ രാജ്യം തിരുവിതാംകൂറിൽ ചേർന്നിട്ടും വളരെ കാലത്തേക്ക് ആ ദേവസ്വം കരക്കാരുടെ കൈവശത്തിൽ തന്നെ ഇരുന്നിരുന്നു. അങ്ങനെ കൊല്ലവർഷം 987 ഈ ദേവസ്വം തിരുവിതാംകൂർ സർക്കാരിൽ ചേർക്കുകയും അതോടുകൂടി കരക്കാരുടെ അധികാരങ്ങളെല്ലാം വിട്ടുപോവുകയും ചെയ്തു.
എങ്കിലും ആ ദേശക്കാര് ആ ദേവിയെ ഇപ്പോഴും തങ്ങളുടെ പരദേവതയായി തന്നെ ആദരിക്കുകയും ആചരിക്കുകയും ചെയ്തു വരുന്നുണ്ട്. 3000 പറ നിലവും അസംഖ്യം പുരയിടങ്ങളും തനത് പേരിൽ തന്നെ ഉണ്ടായിരുന്ന ഈ ദേവസ്വം സർക്കാരിൽ ചേർത്തപ്പോൾ അന്ന് ബ്രിട്ടീഷ് റെസിഡന്റും തിരുവിതാംകൂർ ദിവാനുമായിരുന്ന മൺട്രോ സായിപ്പ് അവർകൾ ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിരുന്ന പതിവുകളെല്ലാം കുറച്ചു കളഞ്ഞതിനാൽ അവിടെ ഉത്സവാദികൾക്ക് മുതൽ ഒട്ടും മതിയാകാതെയായി തീർന്നു. അതിനിടയിൽ ഈയിടെയുണ്ടായ ദേവസ്വം പരിഷ്കാരത്തോടുകൂടി ആ മതിയായ്മ പരമകാഷ്ഠയെ പ്രാപിക്കുകയും ചെയ്തു. എങ്കിലും ആ ദേശക്കാർക്ക് ക്ഷേത്രകാര്യങ്ങളിലുള്ള പ്രതിപത്തിയും ശ്രദ്ധയും ഒട്ടും കുറഞ്ഞു പോയിട്ടില്ലാത്തതുകൊണ്ട് അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഭംഗിയായി തന്നെ നടന്നു പോരണ്ട്. ക്ഷേത്രകാര്യങ്ങൾക്കായി ദേശക്കാര് ഏതാനും പണം ശേഖരിച്ചിട്ടുള്ളതുകൊണ്ട് സർക്കാരിൽ നിന്ന് പതിവുള്ളത് കഴിച്ച് പോരാത്തതിന് ദേശക്കാരുടെ ആ പണത്തിൻ്റെ പലിശയിൽ നിന്നുകൂടി ചെലവ് ചെയ്താണ് അവിടെ അവർ ഉത്സവം മുതലായവ ഇപ്പോൾ നടത്തിപ്പോരുന്നത്. കരക്കാര് വിശേഷാൽ ചില തിരുവാഭരണങ്ങളും മറ്റും കൂടി ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അവയെല്ലാം കരക്കാരുടെ കൈവശം തന്നെയാണ് ഇപ്പോഴും ഇരിക്കണത്. ഉത്സവകാലത്തും മറ്റും വിശേഷ ദിവസങ്ങളിലും ഉപയോഗിക്കുന്നതിനായി അവര് എടുത്തു കൊടുക്കുകയും അടിയന്തരം കഴിഞ്ഞാൽ തിരികെ വാങ്ങിവച്ച് സൂക്ഷിക്കുകയും ചെയ്യും. അവയൊന്നും അവർ സർക്കാരിലേക്ക് വിട്ടുകൊടുത്തിട്ടില്ല. കിളിരൂർ കുന്നിന്മേൽ ദേവീ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ആദ്യമായി നടന്ന ഉത്സവം മീനമാസത്തിൽ രോഹിണി, കൊടിയേറ്റും പൂരം, ആറാട്ടുമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നത്. മീനമാസത്തിൽ കാർത്തിക ഭഗവതിയുടെ തിരുനാളെന്ന് സങ്കല്പിച്ച് ആ ദിവസത്തെയും ഒരു ഉത്സവം പോലെ ആഘോഷപൂർവം കൊണ്ടാടി വരുന്നുണ്ട്. അതും ഈ ദേശക്കാർ കൂടി പണം ചെലവ് ചെയ്താണ് നടത്തി വരുന്നത്. ഇതില് ബഹുരസം അതല്ല. സർക്കാർ ക്ഷേത്രത്തിൽ ദേശക്കാരുടെ സഹകരണം ഇതുപോലെ മറ്റെങ്ങും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ ക്ഷേത്രത്തിൽ 1022 ആണ്ടിൽ ശ്രീകോവിലിനും 1060 ആണ്ടിൽ മണ്ഡപത്തിനും ചെമ്പ് ഇടിവിച്ചത് ദേശക്കാര് തന്നെയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അഗ്നിബാധയാൽ നഷ്ടപ്പെട്ടു പോയ ശ്രീകോവിൽ സർക്കാർ അനുവാദപ്രകാരം വീണ്ടും പണി കഴിച്ച് ചെമ്പ് ഇടിവിക്കുവാൻ ഉത്സാഹിച്ചു വരുന്നതും ഈ ദേശക്കാര് തന്നെ. ഇതെല്ലാം ആ ദേശക്കാർക്ക് ദേവിയെക്കുറിച്ചുള്ള ഭക്തി കൊണ്ട് മാത്രമല്ല, ഭയം കൊണ്ടും കൂടിയാണ്. ആ ദേവിയുടെ ചൈതന്യവും മാഹാത്മ്യവും അത്രയ്ക്ക് മാത്രമുണ്ടേ. അതിലേക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കൂടി ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. ആ കിളിരൂർ ദേശത്ത് ആർക്കും കാർത്യായനി എന്ന പേരിടുകയും പാലക്കാമോതിരം കെട്ടിക്കുകയുമരുത് എന്ന ദേവി മുൻപേ തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ 2 കൂട്ടവും ഇപ്പോഴും ആ ദേശത്ത് പതിവില്ല. ആ ദേശത്തുള്ള പുരുഷന്മാര് വിവാഹം ചെയ്തോ മറ്റോ കാർത്യായനി എന്നു പേരായ സ്ത്രീകളെ അന്യദേശത്ത് നിന്ന് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലും അവര് സുഖമായിട്ട് അധിക ദിവസം താമസിക്കാൻ ഇടയാവാറില്ല. എന്തെങ്കിലും കാരണവശാൽ ആ സ്ത്രീകൾ പെട്ടെന്ന് ആ ദിക്ക് വിട്ടു പോകേണ്ടതായി വരും. ഇത് ഇപ്പോഴും കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. പണ്ടൊരിക്കൽ ചെങ്ങളം എന്ന ദേശത്ത് ഒരു വീട്ടിൽ സ്ത്രീ സന്താനമില്ലാതെ ഇരുന്നപ്പോ ഒരു പെൺകുട്ടിയുണ്ടായാൽ ആ കുട്ടിയെ കിളിരൂർ കുന്നിന്മേൽ ഭഗവതിയുടെ തിരുനടയിൽ കൊണ്ടുപോയി അവിടെ വച്ച് ചോറ് കൊടുത്തേക്കാം എന്ന് ആ വീട്ടുകാര് അങ്ങോട്ട് നിശ്ചയിച്ചു. അതിനുശേഷം അധികം താമസിയാതെ ആ വീട്ടിൽ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും യഥാകാലം ഒരു പെൺകുട്ടിയെ പ്രസവിക്കുകയൊക്കെ ചെയ്തു. വീട്ടുകാര് അത്യന്തം സന്തോഷിച്ച് 6-ാം മാസത്തിൽ ചോറ് കൊടുക്കുന്നതിനായി കുട്ടിയെയും കൊണ്ട് കിളിരൂർ കുന്നിന്മേലെത്തി. എന്നിട്ട് അവിടെ ചില വഴിപാടുകളൊക്കെ നടത്തി ചോറ് കൊടുക്കുന്നതിനായി ആഭരണങ്ങളും അണിയിച്ച് നടയിൽ കൊണ്ടുചെന്നു. ആ സമയം കുട്ടിക്ക് ഒരു ബോധക്ഷയമുണ്ടായി. കുട്ടി കണ്ണു തുറക്കുകയോ മുല കുടിക്കുകയോ ചെയ്യാതെ വെയിലത്തിട്ട താളുപോലെ അങ്ങോട്ട് വാടിത്തളർന്ന് അവിടെ അങ്ങോട്ട് കിടന്നു.
അത് കണ്ടപ്പോ കുട്ടിയുടെ മാതാപിതാക്കന്മാർ മാത്രമല്ല, ദേവീ ദർശനത്തിനായി അവിടെ വന്നുകൂടിയിരുന്ന അന്യജനങ്ങൾ പോലും അത്യന്തം വിഷണ്ണരായി തീർന്നു. ഉടനെ ഒരു ദൈവജ്ഞനെ വരുത്തി, എന്നുവെച്ചാൽ ഒരു ജ്യോത്സ്യനെ വരുത്തി. എന്നിട്ട് പ്രശ്നം വയ്പ്പിച്ചു നോക്കി. അപ്പോ കുട്ടിയുടെ അസ്വാസ്ഥ്യത്തിൻ്റെ കാരണം അതിനെ പാലക്കാമോതിരം കെട്ടിച്ച് നടയിൽ കൊണ്ടുവന്നതാണെന്നും ആ മോതിരമഴിച്ച് നടക്ക വച്ചാൽ കുട്ടിക്ക് സുഖമാകുമെന്നും പ്രശ്നവശാൽ വിധിക്കുകയും കുട്ടിയുടെ ഉടമസ്ഥന്മാർ ആ മോതിരമഴിച്ച് നടക്ക വയ്ക്കുകയും ഉടനെ കുട്ടി സുഖമാവുകയും ചോറ് കൊടുത്തുകൊണ്ട് അവര് ആ കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്തു. ആ പാലക്കാമോതിരം മറ്റുള്ള തിരുവാഭരണങ്ങളുടെ കൂട്ടത്തിൽ കരക്കാരുടെ കൈവശം ഇപ്പോഴും അവിടെ ഇരിക്കണ്ട്. അത് അവിടെ ഉത്സവകാലങ്ങളിലും മറ്റും എഴുന്നള്ളിപ്പിന് അങ്കിയിൽ ചാർത്തുകയാണ് ചെയ്തു വരുന്നത്. വയ്ക്കത്ത് കോട്ടയം മുഖം സന്ധ്യവേലയ്ക്കു വേണ്ടുന്ന അരി, കറിക്കോപ്പുകൾ മുതലായ സാമാനങ്ങളെല്ലാം കോട്ടയം പാർവത്യക്കാരൻ ശേഖരിച്ച് വള്ളങ്ങളിലാക്കി വയ്ക്കത്തു കൊണ്ടുപോയി സന്ധ്യവേല നടത്തുകയായിരുന്നു മുൻകാലങ്ങളിൽ പതിവ്. ഈ സാമാനങ്ങളെല്ലാം വള്ളങ്ങളിലാക്കി വയ്ക്കത്തേക്ക് പുറപ്പെടുന്ന ദിവസം പാർവത്യക്കാരൻ മുതലായവരുടെ വകയായി കിളിരൂർ കുന്നിന്മേൽ ഭഗവതിക്ക് ഒരു ചരക്കിലട വഴിപാട് നടത്തുക പതിവായിരുന്നു. സർക്കാർ വക അടിയന്തരങ്ങൾക്കുള്ള സാമാനങ്ങൾക്കെല്ലാം കുത്തക ഏർപ്പാടായപ്പോൾ സന്ധ്യവേലയ്ക്കുള്ള സാമാനങ്ങൾ പാർവത്യക്കാരന്മാർ ശേഖരിച്ചു കൊണ്ടുപോവുക എന്നുള്ള പതിവ് നിന്നുപോയി. അതോടുകൂടി കുന്നിന്മേൽ ഭഗവതിക്ക് പതിവുണ്ടായിരുന്ന അടവഴിപാട്, അതായത് ചരക്കിലട എന്നാണ് പറയുക, ആ അടവഴിപാടും നിർത്തലായി. ആ സമയത്ത് വയ്ക്കത്ത് ചില ദുർലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. സന്ധ്യവേല സദ്യയ്ക്കുള്ള പ്രഥമനിൽ അട്ട വീഴുക, കാളനിൽ ഗൗളി വീഴുക മുതലായ ദുർലക്ഷണങ്ങൾ പതിവായി കണ്ടു തുടങ്ങിയപ്പോൾ അതിൻ്റെ കാരണം അറിയുന്നതിനായി പ്രശ്നം വയ്പ്പിച്ചു നോക്കിച്ചു. അപ്പോ ഈ അമംഗളങ്ങൾ കാണുന്നതിൻ്റെ കാരണം കിളിരൂർ കുന്നിന്മേൽ ഭഗവതിക്ക് പതിവുള്ള വഴിപാട് നടത്താത്തതുകൊണ്ട് വയ്ക്കത്തപ്പനുണ്ടായിട്ടുള്ള വിരോധമാണെന്നും എൻ്റെ കാർത്യായനിക്ക് പതിവുള്ളത് കൊടുക്കാതെ എനിക്ക് പതിവുള്ളത് ഞാൻ സ്വീകരിക്കില്ല എന്നാണ് വയ്ക്കത്തപ്പൻ്റെ ഭാവമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു. അതിനെ സംബന്ധിച്ചും എഴുത്തുകുത്തുകൾ നടത്തുകയാൽ സർക്കാർ വകയായി ആ വഴിപാട് നടത്തിക്കൊള്ളുന്നതിന് ഗവൺമെൻറ് അനുവദിച്ചു. പണ്ടത്തെ പോലെയൊന്നുമില്ലെങ്കിലും സന്ധ്യവേലാ വകയായി ആ വഴിപാട് നാമമാത്രമായിട്ടാണെങ്കിലും ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ഇനി ഇവിടത്തെ ദേവിക്ക് അടവഴിപാട് പ്രധാനമായി തീർന്നതിൻ്റെ കാരണം കൂടി ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. ദേവിയുടെ ബിംബത്തിന് പ്രാണപ്രതിഷ്ഠ കഴിച്ച ദിവസം തന്ത്രി നമ്പൂരിപ്പാട്ടിലേക്ക് എന്തോ അത്താഴമില്ലാത്ത ദിവസമായിരുന്നു. അതിനാൽ പലഹാരത്തിന് അരി പൊടിച്ചു കൊണ്ടുചെന്നു കൊടുക്കണമെന്ന് ശാന്തിക്കാരൻ കഴകക്കാരോട് പറഞ്ഞു. കഴകക്കാര് ഇരുന്നാഴി ഉണക്കലരിയാണ് പൊടിച്ചു കൊണ്ടുചെന്നു കൊടുത്തത്. ശാന്തിക്കാരൻ അതിനു ചേർന്ന ശർക്കരയും നാളികേരവും ചേർത്തുണ്ടാക്കിയ വത്സൻ എന്ന് പറഞ്ഞാൽ അട, ആ അടയായിരുന്നു തന്ത്രിക്ക് കൊടുത്തത്. അത് കണ്ടപ്പോ ഒരശരീരി കേട്ടു എന്നാ പറയണേ. ഹേയ് തന്ത്രി നമ്പൂരിപ്പാട്, വത്സനാണോ പലഹാരം? എന്നാൽ അത് നിവേദിച്ചിട്ട് വേണം തിന്നാൻ. ബിംബത്തിന് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇപ്പോ എന്തെങ്കിലും നിവേദിക്കണമല്ലോ, അതിന് ഇതുതന്നെ ആയിക്കോട്ടെ എന്നൊരശരീരി ഉണ്ടായി എന്നാ പറയണേ. അത് കേട്ടപാടെ മറ്റപ്പിള്ളി തന്ത്രി നമ്പൂരിപ്പാട് ആ വത്സൻ എടുത്തു വച്ച് അദ്ദേഹം അതുതന്നെ അങ്ങോട്ട് നിവേദ്യം കഴിച്ചു. അന്നു രാത്രിയിൽ തന്ത്രി നമ്പൂരിപ്പാട്ടിലേക്ക് ദേവിയുടെ ദർശനം ഉണ്ടായി എന്നാ പറയണേ. വത്സൻ നിവേദ്യം എനിക്ക് വളരെ തൃപ്തിയായിരിക്കണു. അതുകൊണ്ട് ഇനി മുതൽ പതിവായി അത്താഴപൂജയോടുകൂടി നിവേദിക്കുന്നതിന് ഏർപ്പാട് ചെയ്യണം എന്ന് ദേവി അരുളി ചെയ്തതായിട്ടാണ് നമ്പൂരിപ്പാട്ടിലേക്ക് ദർശനമുണ്ടായത്. ഇങ്ങനെ ദർശനമുണ്ടായ വിവരം പിറ്റേ ദിവസം
തന്ത്രി നമ്പൂരിപ്പാട് രാജാവിൻ്റെ അടുക്കലും പള്ളിയിൽ മേനോൻ മുതലായവരോടും പറഞ്ഞു. അവര് പ്രശ്നം വയ്പ്പിച്ച് നോക്കിയതിൽ അത് ദേവിയുടെ അരുളിപ്പാട് തന്നെയാണെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു. അതിനാൽ പ്രതിദിനം അത്താഴപൂജയ്ക്ക് 2 അരിയുടെ വത്സൻ കൂടി പടിത്തരക്കണക്കിൽ ചേർത്തെഴുതി. പിന്നീട് അത് ഒരു പതിവായി തീരുകയും ചെയ്തു. അത് ഇപ്പോഴും നടന്നു വരണ്ട്. ഈ അടവഴിപാട് ദേവിക്ക് വളരെ പ്രീതികരമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഓരോരുത്തോര് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി യഥാശക്തി 3.25 ഇടങ്ങഴി അരി കൊണ്ടും 6.25 ഇടങ്ങഴി അരി കൊണ്ടും 12.25 ഇടങ്ങഴി അരി കൊണ്ടും 25.25 ഇടങ്ങഴി അരി കൊണ്ടും മറ്റും അടവഴിപാട് പ്രാർത്ഥിച്ചു തുടങ്ങുകയും എല്ലാവർക്കും കാര്യങ്ങൾ സാധിച്ചു തുടങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ അടവഴിപാട് അവിടെ നടപ്പാവുകയും അതിന് പ്രാധാന്യം സിദ്ധിക്കുകയും ചെയ്തു. 12.25 ഇടങ്ങഴി അരി കൊണ്ടുള്ള അടയ്ക്ക് 12 അട എന്നാണ് പറഞ്ഞു വരുന്നത്. അതിൽ കുറഞ്ഞതിന് 1/2 അട എന്നാണ് പറഞ്ഞു വരണത്. അതിലും കുറഞ്ഞതിന് 1/4 അട എന്നും യഥാക്രമം പേർ പറഞ്ഞു വരുന്നു. ഇതില് 25.25 ഇടങ്ങഴി അരി കൊണ്ടുള്ള അട വലിയ ചരക്കിൽ, ചരക്ക് എന്ന് വെച്ചാൽ വാർപ്പ്, അങ്ങനെയുള്ള വാർപ്പിലല്ലാതെ ഉണ്ടാക്കാൻ പാടില്ല. അതിനാൽ അതിന് ചരക്കിലട എന്നും പേർ പറഞ്ഞു വരുന്നു. ചരക്കിലടയ്ക്ക് 101 നാഴി അരി, 101 നാളികേരം, 101 കദളിപ്പഴം, 3 തുലാം ശർക്കര, 3 നാഴി നെയ്യ്, ഇങ്ങനെയാണ് പതിവ്. 12 അട മുതലായവയ്ക്കും ഈ കണക്കനുസരിച്ച് വീതപ്രകാരമുള്ള നാളികേരം, ശർക്കര മുതലായവ ചേർക്കണം. ഇനി കദളിപ്പഴം കിട്ടാതെ വന്നാൽ അതിന് പകരം നേന്ത്രപ്പഴവും വരിക്കച്ചക്കപ്പഴവും ചേർക്കാറുണ്ട്. അടവഴിപാടുണ്ടായാൽ സമീപസ്ഥന്മാരായ ആബാലവൃദ്ധം അനേകം ജനങ്ങൾ ആ ക്ഷേത്ര സന്നിധിയിൽ വന്നുകൂടുക പതിവാ. ഇത്ര ഇടങ്ങഴി അരി കൊണ്ട് അടയുണ്ടായാൽ ബ്രഹ്മസ്വമായും ശാന്തിക്കാരൻ, കഴകക്കാരൻ, തേങ്ങാപ്പണിക്കാരൻ, പള്ളിയിൽ മേനോൻ, വെട്ടിക്കുളങ്ങര കൈമൾ, പാത്രം തേപ്പുകാരൻ, ഇലയും വിറകും കൊടുക്കുന്നയാള് മുതലായവർക്ക് ഇത്ര അട വീതം കൊടുക്കണമെന്ന് കണക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ അവസ്ഥ പോലെ 1 2 അട വീതം അവിടെ വന്നു കൂടുന്നവർക്കെല്ലാം കൊടുക്കണമെന്നുള്ളത് നിർബന്ധ. അതുപോലെ തന്നെ ഇതിലൊരു ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്കുണ്ട്. അത് കൊടുത്തില്ലെങ്കിലും വെറുതെ വരുന്നവർക്ക് കൊടുക്കാതെ ഇരിക്കാൻ പാടില്ല. അവർക്ക് കൊടുക്കാതെ ഇരുന്നാൽ ആ വഴിപാട് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ദേവിയുടെ വിരോധം ഉണ്ടാവുകയും ചെയ്യും. ഇതിന് ദൃഷ്ടാന്തമായി പല സംഗതികളും ഉണ്ടായിട്ടുണ്ട്. അവയിൽ ഒന്ന് മാത്രം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. ഒരാണ്ടില് വൈക്കത്ത് സന്ധ്യവേലയ്ക്ക് സാമാനങ്ങളെല്ലാം ശേഖരിച്ച് വള്ളങ്ങളിലാക്കിക്കൊണ്ടുപോയ പാർവത്യക്കാരൻ പതിവുള്ള ചരക്കിലട കഴിച്ചിട്ട് ശാന്തിക്കാരൻ മുതലായ അനുഭവക്കാർക്ക് മാത്രം പതിവുള്ളത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെയുണ്ടായിരുന്ന അടയെല്ലാം വാങ്ങി ഭാണ്ഡം കെട്ടിക്കൊണ്ടുപോയി വഞ്ചിയിൽ വച്ച് ഉടനെ വൈക്കത്തിന് യാത്രയാവുകയും ചെയ്തു. അട കിട്ടുമെന്നാഗ്രഹിച്ച് വന്നവരെല്ലാം ഇച്ഛാഭംഗത്തോടുകൂടി തിരികെ പോയി. ചില കുട്ടികൾ ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് മടങ്ങിയത്. അത് കണ്ടിട്ട് ചിലർ പറഞ്ഞു, ഹേയ്, ഇത് ഭഗവതി സഹിക്കും എന്ന് തോന്നണില്ല. ഇനി എന്തെല്ലാം ആപത്തുകൾ വന്നു കൂടുമോ എന്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ജനങ്ങൾ മടങ്ങിപ്പോയത്. കാര്യം അങ്ങനെ തന്നെ പറ്റിയും ചെയ്തു. നമ്മുടെ പാർവത്യക്കാരൻ മുതലായവര് വേമ്പനാട്ട് കായലിൽ എത്തിയപ്പോഴേക്കും അതികലശലായി കാറ്റും മഴയും തുടങ്ങി. കായലിൽ ഓളം പെരുകി വള്ളങ്ങളിൽ വെള്ളം അടിച്ചു കയറി. വള്ളം മുങ്ങുമെന്നുള്ള ദിക്കായി. അത് കണ്ടപ്പോ പാർവത്യക്കാരൻ മുതലായവർക്ക് പരിഭ്രമവും കലശലായി. അങ്ങനെ പ്രാണഭീതി നിമിത്തം ചിലര് നിലവിളിയും തുടങ്ങി. അപ്പോ പഴമ പരിചയമുള്ളവരായി വള്ളത്തിലുണ്ടായിരുന്നവരിൽ ചിലർ പറഞ്ഞു, അല്ല, അവിടെ വന്നുകൂടിയിരുന്നവർക്കാർക്കും അട കൊടുക്കാഞ്ഞത് ഭഗവതിക്കൊട്ടും രസിച്ചില്ല. ആ ദേവിയുടെ വിരോധം കൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ കാറ്റും പിശറും
വന്നു കൂടിയത്. എന്തായാലും ഒരു പ്രായശ്ചിത്തം ചെയ്യാമെന്ന് നിശ്ചയിച്ചില്ലെങ്കിൽ വള്ളങ്ങള് മുങ്ങ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പാർവത്യക്കാരൻ പറഞ്ഞു, ആ എന്നാ വക്കത്ത് പോയി സന്ധ്യവേല കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഉടനെ പ്രായശ്ചിത്തമായി ഒരു ചരക്കിലട കൂടി കഴിക്കുകയും അവിടെ വരുന്നവർക്കെല്ലാം ധാരാളമായി കൊടുക്കുകയും ചെയ്തേക്കാം. ഈ കാറ്റും പിശറും മാറട്ടെ എന്ന് പറഞ്ഞു. എന്തിനു വളരെ പറയണു. ഉടനെ കാറ്റും മഴയും മാറി കായൽ ശാന്തതയെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ സന്ധ്യവേല കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉടനെ പാർവത്യക്കാരൻ നിശ്ചയിച്ചതുപോലെ പ്രായശ്ചിത്ത വഴിപാട് നടത്തി അന്ന് അവിടെ ചെന്നുകൂടിയവർക്കെല്ലാം അട പതിവിലധികം കൊടുക്കുകയും ചെയ്തു. ഈ ദേവിയുടെ മാഹാത്മ്യത്തെ സംബന്ധിച്ച 1-2 സംഗതികൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ കഥ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. 1078 ആണ്ട് കുംഭമാസത്തിൽ കിളിരൂർ ദേശത്തു തന്നെയുള്ള പുത്തൻമടത്തിൽ ശിവയ്യൻ എന്ന പരദേശ ബ്രാഹ്മണന് മസൂരിക, അതായത് വസൂരി ദീനമുണ്ടായി. ദീനം ഏറ്റവും കടുത്ത വകയായിരുന്നു. അവിടെ ദീനരക്ഷയ്ക്കായിട്ടിരുന്നവരും ദീനം ചെന്ന് കണ്ടവരായ അന്യന്മാരുമെല്ലാം ആ ബ്രാഹ്മണൻ കുളിക്കുന്ന കാര്യം അസാധ്യമാണെന്ന് തന്നെ അങ്ങോട്ട് തീർച്ചപ്പെടുത്തി. താൻ ഇതിനാലേ മരിച്ചു പോകുമെന്ന് രോഗിക്കും തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഒരാള് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഹേയ്, വിഷമിക്കാനൊന്നുമില്ല. കുന്നിന്മേൽ ഭഗവതിക്ക് 12 ചരക്കിലട കഴിച്ചേക്കാമെന്ന് അങ്ങോട്ട് നിശ്ചയിക്കുക. അങ്ങേക്ക് കുളിച്ചു തൊഴാൻ സംഗതിയാവും എന്ന് പറഞ്ഞതായി തോന്നി. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്തോ വെറുതെ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെയും കണ്ണടച്ച് കിടന്നു. അദ്ദേഹം മയങ്ങി തുടങ്ങിയപ്പോൾ പിന്നെയും യഥാപൂർവം ഒരാള് അടുക്കൽ ചെന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ 3 പ്രാവശ്യമുണ്ടായി. 3-ാം പ്രാവശ്യം അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു തരുണി ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി അദ്ദേഹം കാണുകയും ചെയ്തു. അപ്പോ ഇത് ദേവിയുടെ അരുളിപ്പാട് തന്നെയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. കുളിച്ചു തൊഴുന്ന ദിവസം തന്നെ 12 ചരക്കിലട കഴിച്ചേക്കാമെന്ന് അദ്ദേഹം നിശ്ചയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ ദീനത്തിന് ഇറക്കം തുടങ്ങി. ദീനം ആരംഭിച്ചതിൻ്റെ 22-ാം ദിവസം അദ്ദേഹത്തെ കുളിപ്പിച്ചു. ഒരു വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തെ കുളിപ്പിച്ചത്. അടുത്ത ഞായറാഴ്ച അദ്ദേഹത്തെ കുന്നിന്മേൽ കൊണ്ടുപോയി തൊഴിയിക്കുകയും അന്ന് തന്നെ 12 ചരക്കിലട കഴിക്കുകയും ചെയ്തു. ഈ ദേശത്ത് തന്നെ മറ്റൊരു മഠത്തിൽ 1085 ആണ്ടിൽ യുവാവായ ഒരു ബ്രാഹ്മണന് വസൂരി ദീനമുണ്ടായി. ആ ദീനം ഏറ്റവും കടുത്ത വകയായിരുന്നു. അദ്ദേഹം ആ ദീനത്തിൽ മരിച്ചു പോകുമെന്ന് എല്ലാവരും ഇതേപോലെ തീർച്ചപ്പെടുത്തി. ആ ബ്രാഹ്മണന്റെ ഭാര്യയായ അമ്യാര് വ്യസനാക്രാന്തയായിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കുളിപ്പിച്ച് തൊഴിയിക്കാൻ സംഗതിയായാൽ തൊഴിയിക്കുന്ന ദിവസം എൻ്റെ കഴുത്തിൽ പതിവായി കെട്ടിവരുന്ന പവൻമാല ഞാൻ നടക്ക വച്ചേക്കാം എന്ന് നിശ്ചയിച്ചു. എന്നാ ഇത് മറ്റാരോടും ആ അമ്യാര് പറഞ്ഞില്ല. അങ്ങനെ ബ്രാഹ്മണന് ക്രമേണ ദീനം ഭേദപ്പെട്ടു തുടങ്ങി. ഒരു 18-ാം ദിവസം അദ്ദേഹത്തെ കുളിപ്പിച്ചു. അപ്പോ അമ്യാർക്ക് വിചാരായി, അയ്യോ, എൻ്റെ പവൻമാല കൊടുക്കണല്ലോ, അത് ഇത്തിരി പ്രയാസാണ്. ഇതിൽ നിന്ന് ഒരു പവൻ ഊരിയെടുത്ത് നടക്ക വച്ചേക്കാം, അത് മതി എന്ന് ആലോചിച്ച് അങ്ങോട്ട് തീർച്ചപ്പെടുത്തി. ഉടനെ ബ്രാഹ്മണനെ നടയിൽ കൊണ്ടുപോയി തൊഴിയിച്ച ദിവസം അമ്യാരും കൂടെ പോയിരുന്നു. അവര് നിശ്ചയിച്ചതുപോലെ ഒരു പവൻ ഊരിയെടുത്ത് നടക്ക വച്ചു. ഉടനെ തന്നെ ദീനമുണ്ടായ ബ്രാഹ്മണൻ വീണ്ടും വിറച്ചു തുടങ്ങി. അത് ക്രമേണ വർദ്ധിച്ച് അദ്ദേഹത്തിന് കലി കൊണ്ടതുപോലെയായിട്ട് വെളിച്ചപ്പാടന്മാർ പറയുന്നത് പോലെ അങ്ങോട്ട് പറഞ്ഞു, കൊണ്ടുവാ കൊണ്ടുവാ, പവൻമാല അഴിച്ചു കൊണ്ടുവാ, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞു തുടങ്ങി. അത് കേട്ട ഉടനെ ബ്രാഹ്മണന്റെ ഭാര്യ പവൻമാല അഴിച്ച് ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് നടക്ക വച്ചിട്ട്
പള്ളിയിൽ മേനോനെ വിളിച്ചു പറഞ്ഞു, ഇതെടുത്ത് മറ്റുള്ള തിരുവാഭരണങ്ങളുടെ കൂടെ കൂട്ടത്തിൽ സൂക്ഷിച്ചോളണം. വിശേഷ ദിവസങ്ങളിൽ അകത്തു കൊടുത്ത് ബിംബത്തിൽ ചാർത്തിച്ചേക്കണം എന്ന് പറയുകയും ഉടനെ തന്നെ ആ ബ്രാഹ്മണന്റെ കലിയടങ്ങി പൂർവസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്തു. ആ പവൻമാല ഇപ്പോഴും കരക്കാരുടെ കൈവശം തന്നെ ഇരിക്കുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ദേവിയുടെ ബിംബത്തിന്മേൽ ചാർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പവൻമാലയിൽ ഒറ്റക്കുഴ വച്ചതായ 18 അരപ്പവനും ഒരു മുഴുപ്പവനുമാണ് ഉള്ളത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ കിളിരൂർ കുന്നിന്മേൽ ഭഗവതിയുടെ അത്ഭുത മാഹാത്മ്യങ്ങൾ ഇനിയും ഇശി വളരെ പറയാനുണ്ട്. എന്നാൽ വിസ്താര ഭയത്താൽ അതിനായി ഇപ്പൊ ഞാൻ തുനിയണില്ല. ഈ ദേവിയുടെ പ്രതിഷ്ഠ നടത്തിച്ചത് കൊല്ലവർഷം 117 ആണ്ട് മീനമാസത്തിലാണെന്നും അത് തെക്കങ്കൂർ രാജാവാണെന്നും വളരെ സ്പഷ്ടമായി നമുക്ക് അനുമാനിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കിളിരൂർ കുന്നിന്മേൽ ഭഗവതിയുടെ ഈ ഐതിഹ്യ കഥ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഈ കഥാഭാഗവും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.